അപ്പം മക്കളെ, വ്യാഴാഴ്ച രാത്രി കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, വീഡിയോന്റെ കുറച്ച് ഭാഗം ഇതിന്റെ കൂടെ കൂട്ടാം. അപ്പോൾ കണ്ടങ്ങൾ നമ്മളെ ഓരോ പ്രതിനിധികൾ, ഞങ്ങൾ 3 പ്രതിനിധികളും പിന്നെ ഞാനും വേറെ ആളും കൂടെ. അപ്പോൾ ആരാ നിങ്ങൾക്ക് കാണണ്ടപ്പോൾ ഒക്കെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഞങ്ങളെ മെമ്പേഴ്സ് ആരൊക്കെ ഇത് കാണണ്ടേ, സർപ്രൈസ് ആട്ടോ. ഇതാണ് ഞങ്ങളെ മൂത്ത പ്രതിനിധി റാഷിദ്. ഇവളെ നമ്മളെ രണ്ടാമത്തെ പ്രതിനിധി. ഇവളെ മുടി ഉണ്ടെങ്കിൽ ആ മുടി കാണിച്ചു കൊടുത്താൽ ഇത് ഇവിടെ ഓളെ മുടിൻ്റെ സ്റ്റൈലാണ്. ഓളെ ചുണ്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓളെ ഒരു സ്റ്റൈലാട്ടാ. ഇതാണ് രണ്ടാമത്തെ പ്രതിനിധി. ഇത് നമ്മളെ കോളേജ് കുമാരി റിഹായറി, നമ്മളെ ചെറിയ പ്രതിനിധി. സ്കൂളിലേക്കൊന്നും പോകാനായിട്ടില്ല, എവിടെയും ചേർക്കാനായിട്ടില്ല. പക്ഷേ ഓൾക്ക് ഒരു ആഗ്രഹം. അപ്പോൾ ഒരു വെള്ളക്കുപ്പിയും ഓളെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഓൾക്ക് മുന്തിരിയ ഫ്രൂട്ട്സൊക്കെയാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പ്രതിനിധി. ഇനി കാണാത്ത ഒരു പ്രതിനിധി കൂടെ, അതാണ് ഈ പ്രതിനിധി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി വരട്ടെ കേസ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം. നിങ്ങൾ ഞങ്ങളെ കൂടെ വരിട്ടാ. നമുക്കങ്ങനെ യാത്ര ചെയ്ത് എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാറിൽ കയറിയിട്ട് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ കയറി. കണ്ട ഓളെ ബാഗ് കാറിന് വരെ താഴെ വെച്ചിട്ടില്ല. അത് വേണമെങ്കിൽ സീറ്റിൽ വെച്ചോട്ടാ. സീറ്റിൽ വെക്കണം. സീറ്റിലിട്ടാ താത്ത കൈക്കിട്ടാ. താത്തേറ്റും കഴിക്കുക, പിന്നെ എനിക്ക് കിട്ടൂല. എവിടെ ഈ വെക്കണ്ടാ? ഇപ്പൊ എടുക്കണ്ട, കുറച്ചൊക്കെ ആയിട്ട് തിന്നാ, തുടങ്ങണല്ലോ. അപ്പൊ ഞങ്ങളെന്നാ ഓ, നിങ്ങൾ കാണണ്ട ഈ ട്രാഫിക്. റൂമിൽ നിന്ന് 300 മീറ്റർ ഇറങ്ങിയിട്ടുള്ളൂ. വണ്ടി നീങ്ങണില്ല, മൊത്തം ട്രാഫിക്. 29 കിലോമീറ്ററുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോകുന്നത്. പക്ഷെ 1 മണിക്കൂറാണ് കാണിക്കുന്നുണ്ടാവും ഫുൾ ട്രാഫിക്. അപ്പോൾ നോർമലി ഒരു 20-25 മിനിറ്റിൽ തീരുന്ന സംഭവമാണത്. എന്താണെന്നറിയില്ല, വ്യാഴ്ചയല്ലേ, ചിലപ്പോൾ എല്ലാവരും ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവും. അല്ല, എല്ലാവരും എൻജോയ് ചെയ്യട്ടല്ലേ. അപ്പം എണ്ണ അടിക്കാൻ വേണ്ടി കയറി കേട്ടാ, ഫ്യൂൽ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് ഡ്രസ്സിന്റെ ഷോപ്പാട്ടത്. സൂപ്പർ സ്പീഡോ കാറാണ്. നിച്ചു പോണ വണ്ടിന്റെ പേരെന്താ? സൂപ്പർ സ്പീഡോ കാറാ? ഇതിന്റെ പേരെന്താ? എന്താ പറയാ? അപ്പൊ ഈ വണ്ടിന്റെ പേര് നിച്ചു പേരിട്ടതാണ്. തൂക്കി പിടിക്കാൻ വണ്ടി ഇല്ല നിച്ചോ? എന്താണ് രാത്രി നമ്മൾ എടുക്കുവോ? രാത്രി നമ്മൾ എടുക്കുവോ തൂക്കി പിടിച്ചത്? സെന്റാഫാ? അത് ഫ്രണ്ട് ഓഫ് അല്ല, നമ്മൾ കാറിന്റെ ഫ്രണ്ട് ഓഫ് പറയണ. ഫ്രണ്ട് ഓഫ് പറഞ്ഞാൽ ആണ് ഇതാണ് ഫ്രണ്ട് ഓഫിന്റെ വണ്ടിയാട്ടോ. ഫ്ലിന്റ് ഓഫിന്റെ വണ്ടി അത്? ഫ്രണ്ട് ഓഫിന്റെ വണ്ടി, സെന്റർ റൂഫിന്റെ വണ്ടി. സൺറൂഫ് ഉണ്ടോ അവിടെ? ഇതല്ലേ ഫ്രണ്ട് ഓഫ്. അപ്പൊ അതൊക്കെ സെന്റർ റൂഫ് ഉണ്ട്. ഫെജിക്കായില്ലല്ലോ. സ്പീഡ് ഉണ്ടല്ലോ. ഏതിനാ സ്പീഡില്? നമ്മൾ പോയപ്പോ വൈകില്ലേ, അതില് കുറച്ച് സ്പീഡ് ഉണ്ട് പറഞ്ഞു. മനസ്സിലാണല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് റഷില് പെട്ടുട്ടോ. ഹെവി ട്രാഫിക് ആട്ടോ എല്ലായിടത്തും. റഷില് പെട്ടുട്ടോ എന്ന് എപ്പോഴും പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ.
കാരണം എന്താണ്, ഇടയ്ക്കിടയ്ക്ക് പെടുന്നുണ്ട്. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒരു ഡീലിൽ കിട്ടും. തൊട്ടടുത്ത നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഹെവി ട്രാഫിക്കിലും കിട്ടും. ഞങ്ങൾ എഞ്ഞ നീങ്ങാന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു എഞ്ഞ നീക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഉപരി നമ്മൾ പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ സമയം കിട്ടുന്നുണ്ടോ നമുക്ക്, കാരണം വണ്ടി കാര്യമായിട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ, നല്ല ഹെവി ട്രാഫിക്കാണ്. കുട്ടികളെ കളിയും പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ ഇവരൊക്കെ നല്ല കളി മൂഡിലാണ്. എന്ത് മൂഡ് എന്ന് വെച്ചാൽ ഇവരൊക്കെ പ്ലേ മൂഡ് എന്ന് പറയും. റിച്ചു ഏത് മൂഡാണ് ഇപ്പൊ? ഏത് മൂഡ്? പ്ലേ മൂടാ? പ്ലേ മൂഡിലായിരിക്കും. നല്ല ടൈം കിട്ടുന്നുണ്ട്, കാരണം വണ്ടി പോകാറുന്നില്ലല്ലോ. കാരണം നമ്മൾ 7 km/h സ്പീഡിലൊക്കെ. വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡെസ്റ്റിനേഷൻ 1 മണിക്കൂറിന് ശേഷം, ആകെ ഉള്ളത് 30 കിലോമീറ്റർ 1 മണിക്കൂറിന് ശേഷം. അപ്പൊ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അപ്പൊ ജീവിതത്തിൽ മൈലാഞ്ചി ഉണ്ടാ അടിക്കാൻ നോട്ടെ. മൈലാഞ്ചി കാണാനൊന്നുമില്ലല്ല. മൈലാഞ്ചി എപ്പെട്ടതാ? ഇതെന്ത് മൈലാഞ്ചി? അത് ഇതെന്താ കുരുമൈലാഞ്ചിയാ? അപ്പൊ ഇങ്ങനെയൊക്കെ നല്ലതാട്ടോ, കാരണം എൻജോയ് ചെയ്തിട്ട് കുടുംബത്തോടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാരണം ഇങ്ങനെ സാവധാനം ആസ്വദിച്ചു പോരാം. ഡ്രൈവറിന് അധികം ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടുതലൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാം. കാരണം ഇഷ്ടംപോലെ സമയമല്ലേ, വണ്ടി പോകണില്ലല്ലോ. വണ്ടി നിർത്തിയിട്ട് ഒരു എഫക്റ്റ്. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങുക, ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രാഫിക്കിൽ പെട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, ഇപ്പം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലേ, ഇപ്പം ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ നല്ല രസത്തിൽ പോകുന്നു. നമ്മൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇത് വന്ന ടൈമിൽ നമ്മൾ ആസ്വാദനാക്കി മാറ്റിയാൽ മതി. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ കണ്ടു പോട്ടെ. പിന്നെ ഞാൻ കാണിച്ചതല്ല. ഓക്കെ.